ഹായ് കൂട്ടുകാരെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് കാജു കട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കാഷ്യൂ നട്ട് വെച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ്റെ സ്വീറ്റാണ് കാജു കട്ട്ലി. അപ്പോൾ അത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. ഞാൻ മുമ്പത്തെ വീഡിയോ ഞാൻ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗുലാബ് ജാമുനൊക്കെ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു. വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കഴിയുമ്പോൾ പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പം കാജു കട്ട്ലി ഇതുകൊണ്ട് ത്രീ ടു ഫോർ ഇൻഗ്രീഡിയൻസ്, ഫിഫ്ത്ത് വൺ വാട്ടറാണ്. അപ്പം അത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ഉള്ളിൽ നമുക്കൊരു കാജു കട്ട്ലി ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ബിക്കോസ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇനിയും ഇങ്ങനത്തെ ഇന്ത്യൻ സ്നാക്സ് തയ്യാറാക്കണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഇന്ത്യൻ സ്നാക്സ് കുറേ തയ്യാറാക്കും ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ വേറൊരു ബർഫി എന്ന് പറഞ്ഞൊരു പാൽക്കോവ ബർഫി, അത് കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. അപ്പം ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്യാം. ഈ വീഡിയോ കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ബിക്കോസ് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. അതിന് നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ഞാൻ അതും അയച്ചു തന്നേക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും ലോവസ്റ്റിൽ നിർത്തി വേണം അടിച്ചെടുക്കാം. ബിക്കോസ് ഇതിൻ്റെ ഓയിൽ ഇങ്ങനെ ഓയിലുണ്ട് ഇത്. അപ്പോൾ കുറേ അടിച്ചു കഴിഞ്ഞാൽ ആ ഓയിൽ സ്പ്രെഡായിട്ട് ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. സോ നിർത്തി സ്ലോലി വേണം അടിച്ചെടുക്കാതെ. അത് കഴിഞ്ഞിട്ട് ഈ അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിപ്പിച്ച് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിനകത്ത് അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗായ്സ്, ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. നമ്മുടെ കാഷ്യൂ അടിച്ചു വെച്ചതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഇടുന്നത്. സോ നിങ്ങൾ എത്ര എമൗണ്ട് ഓഫ് കാഷ്യൂ നട്ട്സാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അത്രയും അതിനാവശ്യമുള്ള ഒരു മിൽക്ക് പൗഡർ ഇട്ടാൽ മതി. ഇനി ഞാൻ ആ പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് ഇടാം. സോ ഞാൻ ഏലക്ക 3 പൊടിച്ചെടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് പൊടിച്ചില്ല, അത് കാരണം എൻ്റെ പീസസ് കിടപ്പുണ്ട്. ഇനി അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ജസ്റ്റ് ഇതൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ നമ്മുടെ കാഷ്യൂൻ്റെ ആ പൊടിയില്ല, അത് നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മിക്സാക്കി അങ്ങ് കുറേ നേരം അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് 1 സ്പൂൺ ഗീ ഇടുക. അത് ഞാൻ ക്യാമറ എടുക്കാൻ മറന്നുപോയി. 1 സ്പൂൺ ഗീ ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതേമാതിരി മിക്സാക്കി കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ആദ്യം ഇതിപ്പോൾ ഞാൻ മിക്സാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആദ്യം ഭയങ്കര ലൂസായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ഇതിനെ ഫ്ലോപ്പായെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആക്ച്വലി കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡോ ഫോർം പോലെ ആയിക്കോളും. എൻ്റെ ബ്രദറാണെങ്കിൽ ചേട്ടൻ വന്നിട്ട് എൻ്റെ ആണെങ്കിൽ കാജു കട്ട്ലി എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പം കാണിച്ചു തരാമെന്ന്. ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുവാണ്. അതൊരു ബോൾ ഫോമിലാക്കി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ബോളായിട്ട് ഫോം ആവുകയാണെങ്കിൽ നമ്മളൊരു ക്ലീൻ പേപ്പറിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറിലോ ഇങ്ങനെ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ.
അപ്പം ഗൈസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ കാജു കട്ട്ലി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഞാനാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് ഗസ്റ്റ് വരുമായിരിക്കും, അപ്പം നല്ലതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ നല്ല ഒരു ഷേപ്പ് ഇല്ലാത്തതൊന്നും എടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഗൈസ്, ഞാൻ തൊടുമ്പോഴേ അങ്ങ് പൊടിഞ്ഞങ്ങ് പോകും, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഉം. 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 ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കായോ, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. കമൻറ്റ് തമ്മിൽ ചെയ്യാൻ ഒരിക്കലും മറക്കല്ല. കമൻറ്റ്സ് കാണുന്ന ദൈവത്തിനറിയാം. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കല്ല. നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടാറ്റാ.